ഇന്ന് നമുക്ക് യൂസ്ഫുൾ ആയ ഒരു കിച്ചൺ ടിപ്സ് ആണ് പറയുന്നത്. കൂടുതൽ ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ദോശ പാനിൽ ഒട്ടിപ്പിടിക്കുന്നത്. ഇത് തടയാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുന്നതിന് മുൻപായി ഇത് എന്തുകൊണ്ട് ദോശ പാനിൽ ഒട്ടിപ്പിടിക്കുന്നു എന്ന് ആദ്യം അറിയേണ്ടത്. സാധാരണ ദോശ ഉണ്ടാക്കുവാൻ നോൺ സ്റ്റിക് തവയും ദോശക്കല്ലുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നോൺ സ്റ്റിക് തവയിൽ നമുക്ക് പെട്ടെന്ന് ദോശ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. എന്നാലും ദോശക്കല്ലാണ് കൂടുതലും നല്ലത്. ഇതിൽ ദോശ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ രുചിയുള്ളതും ആരോഗ്യമുള്ളതുമായ ദോശ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. ദോശ തയ്യാറാക്കുവാനായി പ്രത്യേകം തവ തന്നെ എടുക്കണം. ഈ തവയിൽ ചപ്പാത്തിയോ മറ്റൊന്നും വേവിച്ചെടുക്കാനും പാടില്ല. നമ്മൾ ദോശ ഉണ്ടാക്കുവാൻ തയ്യാറെടുക്കുന്ന സമയത്ത് തവ നല്ലതുപോലെ ചൂടായി എന്ന് ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ ഇത് തവയിൽ ഒട്ടിപ്പിടിക്കാൻ കാരണമാകും. തവ ചൂടായതിനു ശേഷം 2-3 തവണ എണ്ണ തടവുക. അതിനുശേഷം മാവ് ഒഴിക്കാം. അടുത്ത ഒരു കാരണം, നമ്മുടെ മാവ് നല്ലൊരു പരുവത്തിലായിരിക്കണം അരച്ചെടുക്കേണ്ടത്. അതായത് ഒരു പരിധിയിൽ കൂടുതൽ വെള്ളം കൂടാനും പാടില്ല, അതുപോലെ തന്നെ വെള്ളം കുറയുവാനും പാടില്ല. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടും തവയിൽ മാവ് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഈ ടിപ്സുകൾ നമുക്ക് പരീക്ഷിക്കാം. പുതിയ തവയാണ് നാം ഉപയോഗിക്കുന്നതെങ്കിൽ അതാദ്യം സീസൺ ചെയ്തെടുക്കണം. ശേഷം ദോശ ഉണ്ടാക്കാം. ദോശ പാൻ നല്ല ചൂടുണ്ടായിരിക്കണം. ചൂട് അധികമായാൽ അല്പം വെള്ളം ഒഴിച്ച് ചൂട് അഡ്ജസ്റ്റ് ചെയ്യാം. തവയിൽ ദോശ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് അതിൽ ഓംലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. ശേഷം ദോശ ഉണ്ടാക്കാം. എണ്ണയിൽ മുക്കിയെടുത്ത ഒരു സവാള കൊണ്ട് തവയിൽ നന്നായി പുരട്ടുക. ഇത് ദോശ ഒട്ടിപ്പിടിക്കാതിരിക്കുവാൻ നല്ലൊരു മാർഗമാണ്. മാത്രമല്ല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രൗൺ കളർ ദോശ ഉണ്ടാക്കിയെടുക്കാം. ഏവരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ദോശ ഉണ്ടാക്കിയതിനു ശേഷം തവ ചൂടോടെ കഴുകരുത്. ഇത് തണുത്തതിന് ശേഷം കഴുകാം. എന്നിട്ട് ഉണങ്ങിയതിനു ശേഷം എണ്ണ പുരട്ടി വെക്കാം. അല്ലെങ്കിൽ ദോശ തവ തുരുമ്പ് പിടിക്കാൻ ചാൻസ് ഉണ്ട്. പൊതുസമൂഹത്തിന് ഏറെ ഉപകാരപ്രദമായ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എത്നിക് ഫുഡ് കോർട്ട് ആൻഡ് ഇനിഷ്യേറ്റീവ് ബൈ എത്നിക് ഹെൽത്ത് കോർട്ട്.